ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഷൈജുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ഏതാനും കൂലിക്കാർ മാത്രം. തട്ടിൽ പിതാവ് ഞാളിയത്തച്ഛൻ്റെ കെണിയിൽ വീണുപോയെന്നും ഞങ്ങൾ അൽമായ മുന്നേറ്റക്കാർ 40,000 അൽമാരെയും 400 അച്ഛന്മാരെയും അണിനിരത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ ഷൈജു ആനന്ദ് പ്രസംഗിച്ചിരുന്നു. അതായത് പാമ്പ്ലാനി പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഷൈജു ആനന്ദ് പ്രസംഗിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ഷൈജു ആനന്ദ് അങ്ങനെ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് സമ്മതം മൂളിയവർ ബഹുഭൂരിപക്ഷവും മൂക്കറ്റം കുടിച്ചവരാണ്, കൂലിക്ക് കൊണ്ടുവന്നവർ. അവരുമായിട്ടുള്ള ധാരണയനുസരിച്ചാണ് അവരുടെ സമയം കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് പോയത്. അതുകൊണ്ടാണ് മറ്റേ അപ്പാപ്പം വന്നിട്ട് ഈ അൽമായ മുന്നേറ്റക്കാരെല്ലാം മെലിഞ്ഞു പോയി, നമ്മളിവിടെ ഉണ്ടായില്ലെങ്കിൽ പ്രശ്നമാണ്, ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കാം, നാളെ രാവിലെ എന്തെങ്കിലും സംഭവിക്കാം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 10 പേര് വെച്ച് വരണം, നമ്മൾ കൂലി കൊടുത്ത് കൊണ്ടുവന്നവരൊക്കെ പോയി, ഇനി നമ്മൾ ഇടവകളിൽ നിന്ന് കുറച്ച് പേരെങ്കിലും കൊണ്ടുവരൂ എന്നെല്ലാം പറഞ്ഞ് വിളിച്ചു പറയാൻ തുടങ്ങിയത്. ഈ ഷൈജു ആനന്ദ് എന്താ പറയുന്നത്? ഈ ബിഷപ്സ് ഹൗസ് ഞങ്ങൾ തല്ലിപ്പൊളിക്കും, ഇതിവിടെ ഉണ്ടാകില്ല, ഈ ഗേറ്റ് ഞങ്ങൾ തല്ലിപ്പൊളിക്കും, ഇതിവിടെ ഉണ്ടാകില്ല. ഇതൊക്കെ പറയുമ്പോൾ അതിന് സമ്മതം മൂളുന്നവരുടെ ആ കെട്ടും മട്ടും എല്ലാം കണ്ടാൽ അറിയാം, കള്ളു കുടിച്ച് ബോധമില്ലാത്ത ആളുകൾ. അവർ സഭയെ സ്നേഹിക്കുന്നവരൊന്നും അല്ല. കൂലി കൊടുത്തു കൊണ്ടുവന്നു, കള്ളു കുടിക്കാൻ കൊടുത്തു കൊണ്ടുവന്നു, അതിന് ഈ ഷൈജുവിന് ഓശാന പാടുകയാണ്. പ്രിയപ്പെട്ട മെത്രാന്മാരെ, ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ആവർത്തിക്കുകയാണ്, ശക്തമായ നടപടികളെടുത്താൽ ഏതാനും ആഴ്ചകൾ വേണ്ട എറണാകുളത്തെ ഈ അൽമായ മുന്നേറ്റക്കാരെ തകിടം മറിക്കാനും ചിതറിക്കാനും വിമത വൈദികരെ അനുസരിപ്പിക്കാനും. ശക്തമായ നടപടികളുമായി മുന്നോട്ട് വരൂ. മെത്രാന്മാരെ അനുകൂലിക്കാനായിട്ട് അവിടെ ആയിരക്കണക്കിന് സഭാനുകൂലികളുണ്ട്. അതിനാൽ മെത്രാന്മാർ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഷൈജു ആനന്ദിന്റെ പ്രസംഗം കേൾക്കാൻ വെറും കൂലിക്കാർ മാത്രമേ ഉള്ളൂ എന്ന കാര്യം തിരിച്ചറിയണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.